Dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. 1 mark challenges for Kerala PSC DME Staff Nurse Examination 2021. Today's important topic is Eptoin. അല്ലെങ്കിൽ ഫിനറ്റോയിൻ എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡ്രഗ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് കാഷ്വാലിറ്റി പോയാലും കാണുന്ന ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് എന്തെന്ന് പറയുന്നത് എപ്റ്റോയിൻ എന്ന് വിളിക്കുന്ന ഫിനറ്റോയിൻ അല്ലെ. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതുപോലെ തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ട് ഈ ഡ്രഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ടോപ്പിക്സിലോട്ട് കിടക്കാം. ഫസ്റ്റ്, ഫിനറ്റോയിൻ നമ്മൾ എപ്റ്റോയിൻ എന്നും വിളിക്കാറുണ്ട്, ഡൈലാൻഡിൻ എന്നും വിളിക്കാറുണ്ട് അല്ലെ. ഫിനറ്റോയിൻ ഓൾസോ കോൾഡ് എപ്റ്റോയിൻ ആൻഡ് ഡൈലാൻഡിൻ. പക്ഷേ ഇതിന്റെ കെമിക്കൽ നെയിം നമ്മൾ അറിഞ്ഞിരിക്കണം. കെമിക്കൽ നെയിം ഇമ്പോർട്ടൻസ് ആണ്. ഹൈഡാനിറ്റിയോൺ ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് എപ്റ്റോയിൻ. നെക്സ്റ്റ്, ക്ലാസ് ഓഫ് എപ്റ്റോയിൻ. Eptoin is the class 1 anti-epileptic drugs, or it is the first generation anti-epileptic drugs. First generation anti-epileptic drugs. Next, MOA, mode of action. Very simple. It acts as a sodium channel blocker in the nervous system. Sodium channel blocker. അപ്പോൾ നമുക്കറിയാം എപ്പിലെപ്സിയിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത് ഈ ഡ്രഗ്സ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഫ്രം ദ ബ്രെയിൻ ആണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ നെർവ്സിൻ്റെ എന്ത് ചെയ്യണം, സ്ലോ ചെയ്യിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഡിയം ചാനൽ ബ്ലോക്കർ ആണ് സിമ്പിളായിട്ട് നമുക്ക് പറയാം എപ്റ്റോയിൻ മോഡ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ്, യൂസ്. എപ്റ്റോയിൻ ഈസ് യൂസ് ഫോർ generalized clonic-tonic seizure, also used in partial seizure, generalized clonic seizure and partial seizure. The drug is commonly used. And one more indication is prophylactic seizure precaution for neurosurgery and increase ICP cases. So it is used for prophylactic use. Next, not use. ഈ ഡ്രഗ് ഉപയോഗിക്കത്തില്ല എവിടെയാണ്? ആബ്സെന്റ് സീഷർ. നോട്ട് യൂസ് ഇൻ ആബ്സെന്റ് സീഷർ. ആബ്സെന്റ് സീഷർ ഓർ ഡേ ഡ്രീമിംഗ് സീഷർ. നെക്സ്റ്റ്, അതർ യൂസ് ഓഫ് എപ്റ്റോയിൻ. ഇറ്റ് മീൻസ് എപ്പിലെപ്സി കൂടാതെ മറ്റെവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? 2 സ്ഥലങ്ങൾ കേട്ടോ. ആസ് യൂസ് ആസ് ആൻ ആൻറ്റി അരിത്മിക് ഡ്രഗ്സ്. ആസ് യൂസ് ആസ് ആൻറ്റി അരിത്മിക്. 2, യൂസ്ഡ് ഫോർ ന്യൂറോപ്പതിക് പെയിൻ. ഓൾസോ യൂസ്ഡ് ഫോർ ന്യൂറോപ്പതിക് പെയിൻ. മെയിൻലി ട്രൈജിമിനൽ ന്യൂറാൾജിയ. ഫസ്റ്റ് കാർബാമെസാപ്പിൻ. സെക്കൻഡ് ചോയ്സ് ഇസ് എപ്റ്റോയിൻ. ഓക്കെ. നെക്സ്റ്റ്, തെറാപ്യൂട്ടിക് ഡ്രഗ് ലെവൽ. വെരി ഇമ്പോർട്ടൻസ്. 10 to 20 microgram per ml. Then toxic level. Next one is toxic level. Toxic level include 3 form: 20 to 30, 30 to 40, next 40 to 50, then above 50. 20 to 30, patient have complaints of nystagmus. 30 to 40, patient have complaint of ataxia. 40 to 50, patients have electrolyte imbalance, mainly potassium. Above 50, patient is seizure.
Once again, therapeutic level is 10 to 20 microgram per ml, and toxic level categorized into 20 to 30, 30 to 40, 40 to 50, more than 50. 20 to 30 nystagmus, 30 to 40 ataxia, 40 to 50 electrolyte imbalance, mainly potassium, 50 seizure, electrolyte imbalance leading to arrhythmia. Okay. Next, available form. We can get this medicine oral form and IV injection form. Oral form and IV injection form. Oral forms are three types. One is syrup eptoin. Second one is eptoin tab or sustained release eptoin tab or chewable eptoin tab. Chewable eptoin tab. So these are the common form of medicine. So parental only one route IV, enteral only one route oral. Okay. So once again, നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് നോക്കാം. Chemical name hydantione. Hydantione is the chemical name. Class 1 anti-epilepsy drugs. Mode of action sodium channel blocker. Use generalized clonic tonic seizure and partial seizures, and prophylactics for neurosurgery and increase ICP case. Next, not use for absent seizure. Other use for antiarrhythmic. Next, for neuropathic pain. Therapeutic level 10 to 20. Toxic level 20 to 30, 30 to 40, 40 to 50, more than 50. 20 to 30 is nystagmus. 30 to 40 is ataxia. And 40 to 50 is electrolyte imbalance, mainly cardiac potassium imbalance, leading to arrhythmia. More than 50, patient is seizure, coma. Next, available form, oral form, IV form. Oral form, three types. Syrup form, tablets form. Tablets again two types. Chewable tablet and sustained release tablet. Okay. Next. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സൈഡിലോട്ട് പോവാം. സൈഡ് ഇഫക്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. സൈഡ് ഇഫക്റ്റ് ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി നമുക്ക് ഈ ഫിനറ്റോയിൻ എന്നുള്ള വേർഡ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. പി ഫോർ പെരിഫറൽ ന്യൂറോപ്പതി, എച്ച് ഹൈപ്പർ പ്ലേസിയ ഓഫ് ഗം, ഇ അലർജി മെയിൻലി ഈസ്നോഫിൽ കൗണ്ട് ഇൻക്രീസ്. Next, N for nystagmus. NY for nystagmus. T teratogenic. It means fetal hydantoin syndrome, FHS. Fetus hydantoin syndrome. അപ്പോൾ ഫീറ്റൽ ഹൈഡാൻസിയോൺ സിൻഡ്രോം വന്നാൽ അനസെഫാലി, മെന്റൽ റിട്ടാർഡേഷൻ, ക്ലഫ്റ്റ് ലിഫ്റ്റ്, മൂന്ന് അനോമലീസ് ചേർന്ന് വരുന്ന ടെറാട്ടോജനിക് എഫക്റ്റ് ഫോർ ഫിനറ്റോയിൻ. നെക്സ്റ്റ്, O. ഇറ്റ് കോസ് ഓസ്റ്റിയോപോറോസിസ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ആൻഡ് ഡിക്രീസ് BP. Increase blood sugar and decrease BP. Very important. So, side effect P for peripheral neuritis, H for hyperplasia of gum or gingival hyperplasia, E for eosinophil count increase, NY for nystagmus, T for teratogenic effect or fetal hydantoin syndrome. It include cleft lift. Second one is cleft lift. Second one is anencephaly. Third one is mental retardation. These are the features of fetal hydantoin syndrome. Next, O
for osteoporosis. Then iron for blood sugar increase, BP low. These are the side effects for phenytoin. Next, drug interference. Phenytoin with drug interference. First one, milk. Milk cause decrease absorption. Alcohol increase seizure threshold. Increase seizure threshold. It means patient have a repeated seizure chance for while taking eptoin. eptoin എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സീഷർ. eptoin ഉള്ള പേഷ്യൻ്റ് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ സീഷർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലിവർ ഡിസോർഡർ കേസസ് oral drug is contraindicated. Oral eptoin not given because in oral absorption there is a first pass effect in the liver. So oral medicine do not give in liver disorder. Same kidney excretion also problem. So oral form contraindicated. IV we can give. Next, rice tube feeding eptoin 1 hour before or 2 hour after rice tube feeding. 1 hour before or 2 hour after. Next, breastfeeding. This medicine never give. Breastfeeding mother never give. It is interfere. Next, BP. Hypotension. BP will decrease. Blood sugar there is increase. Sudden stopping or abrupt withdrawal leading to status epilepticus. These are the drug interference. Very easy. Milk decrease the absorption of eptoin. Alcohol increase seizure threshold. Liver disorder oral form not given. Kidney disorder oral form never given. Rice tube feeding 1 hour before or 2 hour after eptoin administration. Breastfeeding it is never give in breastfeeding mothers. Next, BP it will be low and blood sugar will be high and sudden stopping leading to status epilepticus. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Next, long term side effect, very important. Long term side effect or long term complication. It can lead into Stevens-Johnson syndrome. It may be leading to Stevens-Johnson. Second one, risk for diabetes mellitus. Risk for diabetes mellitus. Administration oral after food. Orally after food, never administered with milk and milk products and acids. Okay. Next, IV dilution by NS. Dilution with normal saline, NS push before and after. NS push in the IV line before and after because it goes thrombophlebitis. അല്ലെ, നല്ല ശക്തിയായി ക്രിസ്റ്റലൈസ് ആകുന്ന ഡ്രഗ് ആണിത്. ഡൈലൂഷൻ ബൈ NS പുഷ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ eptoin. സീരിയസ് bradycardia it is contraindicated. Next, heart block it is contraindicated. Pregnancy teratogenic fetal hydatidine syndrome. It includes anencephaly, cleft lip, mental retardation. These are the contraindications. Once again, long-term side effect. First one is Stevens-Johnson syndrome. Second one is diabetes mellitus. Administration oral after food. Do not give with milk and milk products or antacids. IV dilution by NS
NS push also before and after IV administration. Contraindications: CVS, bradycardia, heart blocks. Pregnancy, teratogenic, it causes fetal hydatidine syndrome. It includes mainly anencephaly, cleft lip, and mental retardation. Next. Nurse's responsibility. So this drug is administering for seizure, to prevent seizure. So it is important teaching for the nurse is to maintain a seizure diary. Important this seizure diary. ഇറ്റ് മീൻസ് എന്തെങ്കിലും ഡ്രഗ് കഴിക്കുമ്പോൾ ഏതെങ്കിലും സീഷറിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഹോം. പേഷ്യൻ്റ് ഡിസ്ചാർജ് കഴിഞ്ഞ് പോകുന്നു, എപ്റ്റോയിൻ ഡിസ്ചാർജ് മെഡിസിനായിട്ട് വരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും സീഷർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് നെവർ അബ്രപ്റ്റ് സ്റ്റോപ്പ് ദിസ് മെഡിസിൻ. അല്ലെ, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്താൽ ദർ ഇസ് എ ചാൻസ് ഫോർ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ്. ബാക്കി ജനറൽ ആയിട്ടുള്ള നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം വരും. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻസ് സീഷർ ഡയറി, അല്ലേ? സീഷർ എപ്പിസോഡ്സ് വരുവാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ടൈം, ഡേറ്റ്, കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. നമുക്കൊന്നും കൂടെ ജസ്റ്റ് പഠിച്ചതൊന്നും കൂടെ നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. First, phenytoin, eptoin, dilantin, but the chemical name is hydatidine. Class first generation anti-epileptic drugs or class 1A anti-epileptic drugs. Mode of action: inhibit the sodium channel in the brain or neuron. Use: generalized clonic tonic seizure and partial seizure, and prophylactic for surgery, neurosurgery, and increase ICP. Next, not use for absent seizure. Absent seizure, this drug is not used. Other use: cardiac arrhythmia, and second one is for the neuropathy pain. Therapeutic level 10 to 20 microgram per ml. Toxic level 20 to 30, 30 to 40, 40 to 50, above 50. 20 to 30 nystagmus, 30 to 40 ataxia, 40 to 50 electrolyte imbalance, mainly potassium arrhythmias. Above 50 patient have seizure and coma. Next, available form: oral form, IV form. Oral form, syrup form, tablet form, substandard release tablet form, and chewable tablet form. Next, side effect: expand the word phenytoin. P for peripheral neuropathy, H for hyperplasia of the gum, E for eosinophil count rise, NY nystagmus, T for teratogenic fetal hydatidine syndrome, O for osteoporosis, IN increase blood sugar and decrease BP. Next, drug interference: milk decrease the absorption, alcohol increase threshold of seizure, liver disorder oral form not given, kidney disease oral form drug never given, Ryle's tube 1 hour before, 2 hours after, breastfeeding never given, BP decrease, blood sugar rise, sudden stopping, status epilepticus. Next, long term side effect: Steven Johnson syndrome and diabetes mellitus,
administration, orally, after food. Next, never give with milk and milk products and antacids. IV dilution, NS, and NS push before and after administration. Contraindication, CVS, heart block and bradycardia. Pregnancy, contraindicated, ഫീറ്റൽ ഹൈഡാറ്റിനോൺ സിൻഡ്രം. നമുക്കറിയാം പ്രഗ്നൻസിയിൽ സീഷർ വന്നാൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നേഴ്സസ് റെസ്പോൺസിബിലിറ്റി, കീപ് ഫോർ സീഷർ ഡയറി. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിച്ചെന്ന് തോന്നുന്നു. പഠിക്കാത്തവരാണെങ്കിൽ 1-2 തവണ വീഡിയോസ് കാണുക, പഠിച്ച് ക്ലിയർ ആക്കി എടുക്കുക. ഇത്രയും പോയിന്റ് അത്യാവശ്യമാണ്. ഇത്രയും പോയിന്റിൽ നിന്നാണ് ഏത് പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. എയിംസ് ആണെങ്കിലും നിംഹാൻസ് ആണെങ്കിലും കേരള PSC ആണെങ്കിലും ഏത് പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ വഴി പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തുക. ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.